ഇവിടെ അപ്പോൾ നമ്മളതായത് നമ്മുടെ ക്യാപ്റ്റൻ്റെ വണ്ടിയും കൊണ്ട് കൊല്ലത്ത് സർവീസിന് പോകുന്ന വഴിക്ക് കുറേ കൊമ്പന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ നമ്മൾ നേരെ അനീഷണൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ 26 സീറ്റ് ട്രാവലർ അവിടെ നിന്ന് എടുക്കുവാണ്. ഈ ഒരു ട്രാവലറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, നമ്മളുടെ ഒരു കിഡിലൊരു വോക്കൽ ബോംബാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ പഴയ ഒരു രാജാവിനെ കണ്ടത്. വീണ്ടും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഈ ഒരു പേര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ ബസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ കൂടുതലും. എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മുടെ ഈ ഒരു കൊമ്പനി പറ്റിയൊരു പാട്ട് തന്നെയാണ് നമ്മുടെ വണ്ടിക്കകത്ത് ഇട്ടിരുന്നത്. എന്തായാലും നല്ല കിഡിലൊരു ഷോട്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ സലാം സോഡീസിന്റെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടത്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് കൊല്ലംകാർ മാത്രമല്ല തൃശ്ശൂർക്കാരും ഈ ഒരു കൂട്ടത്തിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിശന്നത്. അങ്ങനെ നമ്മൾ നേരെ നമ്മളുടെ ലെജൻഡറി എഴുത്താണിക്കടയിൽ കയറിട്ട് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് പണ്ട് കേരളക്കാരെ ഇളക്കി മറിച്ചത് ഈ ഒരു കാട്ടുകൊമ്പൻ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ കൊല്ലത്തുള്ള ഫോഴ്സിന്റെ ആ ഒരു സർവീസ് സെന്ററിൽ വന്നിരിക്കുവാണ്. ഈ അടുത്ത് നമ്മുടെ വണ്ടി സർവീസിന് കയറ്റുവാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ തിരിച്ചുള്ള പരിപാടികളാണ് അടുത്ത് നോക്കേണ്ടത്. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് വീഡിയോസും കൂടി എടുക്കാനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ജിംബ്രോ അന്വേഷണം കൂടി പോയി എന്നിട്ട് അടുത്തൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ചൂണ്ടുന്നുണ്ട്. ഈ വണ്ടി മിക്കവാറും എടുക്കാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിറക്കി നേരെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവന്ന് വണ്ടിയുടെ 2-3 വീഡിയോസ് എടുത്തിട്ട് നേരെ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളത് ഈ ഒരു വണ്ടി കണ്ടത്. നമ്മളുടെ ഒരു കളർ കോഡിന്റെ നിയമം മാറുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കിടിലൻ ലുക്കിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടികളിൽ ഒന്നാണ് ഈ ഒരു വണ്ടി. അങ്ങനെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഗോസ്റ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന നമ്മുടെ വണ്ടിയുടെ സെറ്റ് വർക്കിന്റെ കുറച്ച് അപ്ഡേഷൻസ് ആണ്. നമ്മൾ സെറ്റ് വർക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോക്കകത്ത് വരുന്നുണ്ട്. മാക്സിമം എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ അപ്പോൾ അടുത്ത കിഡിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.